തിരുവനന്തപുരം മരീനാട് മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ നിന്നും 17 കിലോ തിമിംഗല ഛർദി ലഭിച്ചു. കടലിൽ ഒഴുകി നടന്നിരുന്ന തിമിംഗല ഛർദിയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിച്ചത്. കോടികൾ വിലമതിക്കുന്ന തിമിംഗല ഛർദി വനം വകുപ്പിന് കൈമാറി. തിരുവനന്തപുരം മരീനാട് നിന്നും മത്സ്യബന്ധനത്തിന് പോയ സംഘത്തിനാണ് 17 കിലോയോളം വരുന്ന തിമിംഗല ഛർദി കടലിൽ നിന്നും ലഭിച്ചത്. കടലിൽ ഒഴുകി നടക്കുന്ന നിലയിൽ ഇത് മത്സ്യത്തൊഴിലാളികളുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. പ്ലാസ്റ്റിക് എന്നാണ് ആദ്യം കരുതിയതെങ്കിലും സംശയം തോന്നിയാണ് വള്ളത്തിലേക്ക് കയറ്റിയത്. തുടർന്ന് മത്സ്യബന്ധനം ഉപേക്ഷിച്ച് വള്ളം കരയ്ക്കെത്തിച്ചു. ഷവറുമല്ല, കുപ്പയുമല്ല, പ്ലോട്ടും അല്ല, ഒന്നുമല്ല, എന്തോ ഒരു ദ്രാവം ഇങ്ങനെ കിടക്കുന്നു. ഞങ്ങൾ 6 പേരുണ്ട്, ഞങ്ങൾ കൂട്ടുകളുണ്ട്. അവരെ വിളിച്ച് ഞങ്ങൾ 2 പേരായിട്ട് വലിച്ചു പൊക്കി ബോളിലോട്ട് കയറ്റി ഉടനെ തന്നെ ഞങ്ങളുടെ പണി ഞങ്ങളുടെ പണി ജോലി നോക്കിയില്ല. ഞങ്ങളോട് കരയായിട്ട് ഓടി വന്ന് ഇവിടെ ഇൻഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. വിവരം കോസ്റ്റൽ പോലീസിനെയും വനം വകുപ്പിനെയും അറിയിച്ചത് മത്സ്യത്തൊഴിലാളികൾ തന്നെയാണ്. പാലോട് ഫോറസ്റ്റ് ഓഫീസർ രാജേഷ് പിള്ളയുടെ നേതൃത്വത്തിലുള്ള സംഘം മരീനാട് എത്തിയാണ് തിമിംഗല ഛർദി ഏറ്റുവാങ്ങിയത്. ഏകദേശം 17 കിലോ തൂക്കമുണ്ടായിരുന്നു. കോടികൾ വില വരുമെന്നാണ് കണക്കുകൂട്ടൽ. ഗുണപരിശോധനയ്ക്കായി രാജീവ് ഗാന്ധി ബയോടെക്നോളജിയിലേക്ക് അയച്ചിട്ടുണ്ട്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.